തോട്ടം മേഖലയെ അപേക്ഷിച്ച് പുതുവർഷം വലിയ പ്രാധാന്യമുള്ളതാണ്. കാരണം ബ്രിട്ടീഷ് ഭരണകാലത്ത് മുതൽ തോട്ടം തൊഴിലാളികൾ ഇത്തരത്തിൽ പഴങ്ങളെല്ലാം വാങ്ങി തങ്ങളുടെ ഫീൽഡ് ഓഫീസർ അതോടൊപ്പം തന്നെ മാനേജർമാർ ഇവർക്ക് കൊടുത്ത ശേഷം അവരുടെ അനുഗ്രഹം മേടിച്ച് തോട്ടങ്ങളിലേക്ക് ജോലിക്കിറങ്ങും. ഈ സമ്പ്രദായം ഇപ്പോഴും തുടരുന്നുണ്ട്. ആ കാഴ്ചയാണ് ഈ മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ തേയിലത്തോട്ടങ്ങൾ ഭരിച്ചിരുന്ന അവരുടെ അധീനതയിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ അവരെ കാണാൻ വേണ്ടി ന്യൂ ഇയറിന് പുതുവർഷമായിട്ട് അവരെ അനുഗ്രഹം വഹിക്കാൻ വേണ്ടി ഒരു സമ്പ്രദായമാണ് ഈ ഇപ്പോൾ കാണുന്ന ഈ ഫ്രൂട്ട്സിൻ്റെ ഈ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ബിസിനസ് എല്ലായിടത്തും കാണുന്നത്. ഇവർക്ക് ഇതുകൊണ്ട് കാഴ്ചവെക്കുക, അവരെ അനുഗ്രഹം മേടിക്കുക, അതിൽ കൂടി ഒരു സംതൃപ്തി, അതാണ് അവർ. പിൻകാലങ്ങളിൽ ഇപ്പോൾ വരുന്ന തലമുറകൾ അത് മാറി മാറി വരുന്നുണ്ട്. വരും കാലങ്ങളിലേക്ക് എങ്ങനെ ആവുമെന്ന് അറിയില്ല. ഇപ്പം കച്ചവടമുണ്ട്, നന്നായിട്ടുള്ള ബിസിനസ് ഉണ്ട്, പഴയ കണ്ടീഷനിൽ തന്നെ പോകുന്നു. പക്ഷേ ഓരോ വർഷത്തിനും കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. சாதாரணமாக புத்தாண்டு தினத்தன்று பழங்களும் எலுமிச்சம்பழமும் மாலைகள் வாங்கி கொண்டு வயது முதிர்ந்தவர்களிடத்து ஆசி பெற்று மேனேஜர் கம்பெனி அதிகாரிகளிடம் சமர்ப்பித்து அவர்களுக்கும் ஆசி பெற்று வருவது வழக்கமாக இருந்து வருது. இப்போது சமீப காலமாக மூணார் பகுதியில் தோட்ட தொழிலாளர்களின் எண்ணிக்கை குறைந்து வருவது, சுற்றுலா பயணிகளின் எண்ணிக்கை அதிகரித்து வருவது, இந்த சுற்றுலா புது வருஷ கொண்டாட்டம் ரீதி மாறி புதிய வழித்தறிவிலே போய்கொண்டு இருக்கிறது. தலைவர்மார் சூப்பர்வைசர்மார் எல்லா மேனேஜ்மெண்ட்டும் பார்த்து ஒரு தொழிலாளியை ஒரு ஆசீர்வாதம் பண்ணி எல்லாரும் குழந்தைகளை படிக்க வைக்கணும்னு ஒரு ஆசீர்வாதம் பண்ணி மேனேஜ்மெண்ட்டு எல்லாம் தொழிலாளிக்கு ஒரு புத்திமதியை சொல்லி ஆசீர்வாதம் பண்ணுவோம். நாங்களும் தலைவர்மார் மேனேஜ்மெண்ட்டுக்கு எல்லாம் ஒத்துழைச்சி எல்லாரும் பார்த்துட்டு செஞ்சு வரும். പുതുവർഷം ഈ പൂക്കളെ പോലെ നിറമുള്ളതാവട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.